നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണം തള്ളി നദികളിൽ സുന്ദരി യമുന എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിജേഷ് പാണത്തൂർ. റിലീസിന് മുൻപേ മാർക്കറ്റിംഗ് ആയ സിനിമയാണ് നദികളിൽ സുന്ദരി യമുനി എന്ന് വിജേഷ് പാണത്തൂർ പറഞ്ഞു. തന്റെ സിനിമ കരിയർ തകർക്കാനാണ് ശ്രമമെന്നും നിയമപരമായി നേരിടുമെന്നും വിജേഷ് പാണത്തൂർ 24-നോട് പറഞ്ഞു. സിനിമാ നിർമ്മാതാവ് മുരളി കുന്നുംപുറത്ത് കഴിഞ്ഞ ദിവസമാണ് ചില നവാഗത സിനിമാ പ്രവർത്തകർക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത്. ഇപ്പോൾ അതിൽ ആരോപണ വിധേയനായ വിജേഷ് പാണത്തൂർ, സംവിധായകൻ വിജേഷ് പാണത്തൂർ 24-നൊപ്പം ചേരുകയാണ്. ഈ മുരളി കുന്നുംപുറത്ത് പറഞ്ഞത് അദ്ദേഹത്തെ നിങ്ങൾ പറ്റിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് സിനിമാ സംവിധാനം അറിയില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. എന്താണ് ഇതിൽ വാസ്തവം? വാസ്തവം ജനങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നദികളിൽ സുന്ദരി യമുന അത്ര മോശം സിനിമയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചെങ്കിൽ ആ പടം റിലീസിന് മുന്നേ തന്നെ 1,90,00,000 രൂപയ്ക്ക് ഇതിൻ്റെ OTT വിറ്റുപോയതും മ്യൂസിക് റൈറ്റ്സ് 15 ലക്ഷം രൂപയ്ക്ക് വിറ്റുപോയും അങ്ങനെ 2,05,00,000 രൂപയ്ക്ക് ആ പടം തിയേറ്ററിൽ ഇറങ്ങുമെന്ന് തന്നെ പ്രോഫിറ്റായ പടമാണ്. ആ പടം ഫസ്റ്റ് കോപ്പി ഞാൻ കൊടുക്കുന്നത് 3,70,00,000 രൂപയാണ് ആ പടത്തിൻ്റെ കോസ്റ്റ് വന്നിട്ടുള്ളത്. അതിനുശേഷം അത് തിയേറ്ററിൽ 35 ദിവസം തിയേറ്ററിൽ കളിച്ചു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എൻ്റെ കണക്ക് ഇതുവരെ കിട്ടിയില്ല. ഈ പടത്തിന് സാറ്റലൈറ്റ് അന്ന് ബിസിനസ് 2-3 ചാനൽസ് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഇതിൻ്റെ സാറ്റലൈറ്റ് കൊടുത്തില്ല? നല്ലൊരു തുക ഓഫർ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1 CR അടുത്ത് ഒരു ചാനൽ ഓഫർ പറഞ്ഞിട്ടും ഈ പടത്തിൻ്റെ സാറ്റലൈറ്റ് കൊടുക്കാൻ സമ്മതിച്ചില്ല എന്നാണ് മറ്റേ പ്രൊഡ്യൂസർ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ചോദിക്കും പറഞ്ഞത്, ഇതിൽ അഭിനയിച്ച നായകൻ്റെ വലിയൊരു പടം ഈ അടുത്ത് തന്നെ റിലീസാവും, അത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവർ പറയുന്നതിനെക്കാട്ടിയും ഫണ്ട് തരുന്നു പറയാം. അന്നും ഞാൻ പറഞ്ഞു ഇത് വളരെ മണ്ടത്തരാണ് ചെയ്യുന്ന കാര്യം, ഇത് വീഞ്ഞല്ല, ഇത് സിനിമയാണ്, ഇത് നമ്മൾ അങ്ങനെ നിൽക്കാൻ പാടില്ല, ഇത് നമ്മൾ കൊടുത്ത് ഒഴിവാക്കണം. കാരണം വെച്ചാൽ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇത് ബിസിനസ് നടക്കുള്ളൂ. ആ പടം പിടിച്ചു വെച്ചു, സാറ്റലൈറ്റ് കൊടുത്തില്ല. അതിനുശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും വേറൊരു ചാനൽ ചോദിച്ചു 50 ലക്ഷത്തിന്, എന്നിട്ടും കൊടുത്തില്ല. അതാണ് എനിക്കറിയേണ്ടത്, ഇതിൻ്റെ പുറകിൽ എന്ത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഈ പടം ബിസിനസ് ചെയ്യുന്നില്ല, എന്നിട്ട് നഷ്ടം എന്ന് പറയുന്നു. ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു സംഗതി വരുന്നത്. സ്വാഭാവികമായിട്ട് ഒരു നവാഗതൻ എന്ന നിലയിൽ അത് നിങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഒരു കണക്ക് പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്കത് ബാധിക്കുന്നില്ല. ഇൻഡസ്ട്രിയിൽ എനിക്ക് ബാധിക്കുന്നില്ല വെച്ചെങ്കിൽ ഈ പറഞ്ഞ പൊതുസമൂഹത്തിൻ്റെ ഇടയിലാണ് എനിക്കത് നന്നായിട്ട് ബാധിച്ചിട്ടുള്ളത്. ഞാനൊരു നാട്ടിൻപുറത്ത് നിന്ന് വരുന്ന ആളാണ്. എൻ്റെ ഫാമിലിക്കാണെങ്കിലും എൻ്റെ മക്കൾക്കാണെങ്കിലും ഇപ്പം പുറത്തിറങ്ങി നടക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ ഒന്നും പറ്റില്ല. കാരണം നാട്ടിൻപുറം ആയതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് വലിയ രീതിക്ക് എന്തോ പറ്റിച്ചു എന്നുള്ള രീതിക്കാണ് നാട്ടിൽ മൊത്തം സംസാരമായിട്ടുള്ളത്. അപ്പം എൻ്റെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കരിയർ. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.